ഭീകരമായിട്ടുള്ള ഒരു പവറാണ് ഈ വണ്ടിക്ക്. പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ വണ്ടിയൊക്കെ പോലെ തന്നെയാണ്. കുറച്ചൊന്നും കൂടെ ടോർക്കി ആയോ എന്ന് മാത്രമേ ഒരു ഫീൽ ഉള്ളൂ. നമ്മൾ ഇതുപോലത്തെ ബൈക്ക് റിലേറ്റഡ് കണ്ടന്റ്സ് എപ്പോഴും കാണുമ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ് പവറും ടോർക്കും. ഇന്ന വണ്ടിക്ക് ഇത്ര പവർ ഉണ്ട്, ഇന്ന വണ്ടിക്ക് ഇത്ര ടോർക്ക് ഉണ്ട്. എന്താണ് പവറും ടോർക്കും? വെൽക്കം ഗൈസ്, ഡേ 2 ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എ മോട്ടോർ സൈക്കിൾ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ടോർക്ക് എന്തുവാന്ന് നോക്കാം. ഒരു റൊട്ടേറ്റീവ് ഫോഴ്സിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഒരു വണ്ടിക്ക് ഇനിഷ്യലായിട്ട് എത്രമാത്രം പുള്ളി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ടോർക്ക്. ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ടോർക്ക്. ഇനി നമുക്ക് എന്താണ് പവർ എന്ന് നോക്കാം. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി റണ്ണിങ്ങിലായ വണ്ടിയെ വീണ്ടും മുന്നോട്ട് കുതിക്കാൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ് ഈ പവർ. ടോർക്കിനെ വണ്ടിയുടെ എഞ്ചിൻ RPM വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ലഭിക്കും. ഓക്കെ, ഇനി പവറും ടോർക്കും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തുവെന്ന് നോക്കാം. ഹൈ ടോർക്കുള്ള വണ്ടികൾക്ക് നല്ല ഇനിഷ്യൽ പെർഫോമൻസ് ആയിരിക്കും, ഉദാഹരണം ഹിമാലയ. പക്ഷേ ഹൈ പവറുള്ള വണ്ടികൾക്ക് അതിന്റെ പെർഫോമൻസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മിഡ് അല്ലെങ്കിൽ ഹയർ RPMലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടോർക്കും പവറും എന്താണെന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ ഗൈസ്, റൈഡ് സേഫ്.